അതിന് നല്ലപോലെ മാസ്ക് വെക്കുകയോ എന്നിട്ട് വെക്കുക. അവൻ ആദ്യം മാസ്ക് വെക്കട്ടോ നല്ലപോലെ. അത് മാസ്ക് ചെവിന്ന് ഊരുടി അല്ലേ മറ്റേ മാസ്ക് വേണം. അവൻ മാസ്ക് നല്ലപോലെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യ. ഇതെന്തോ എപ്പോഴും ഉണ്ട് അവൻ്റെ കൂടെ അവൻ്റെ കളിപ്പാട്ട സാധനങ്ങൾ. അതുകൊണ്ട് അടിക്കുന്നു. സാരമില്ല, ഇവിടെ ഇച്ചിരി വരില്ലേ ഉള്ളൂ, അവിടെ വരെ പോയാൽ മതി. അതിങ്ങ് കൊണ്ടുവന്നേ, ഇച്ചിരി ടൈറ്റ് ആക്കട്ടെ, ഒത്തിരി തൂങ്ങി കിടക്കുന്നു. ഞാൻ തുറന്നു കിട്ടോ അടച്ചോളം കയറ്റൊക്കെ. അങ്ങ് പോണ്ടെങ്കിൽ മുറ്റത്തൊന്ന് കയറിക്കോ. ഹലോ, ഹെൽമിലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇത്ര ഒന്ന് വിക്കിപ്പോയില്ലയോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ. നമുക്ക് എന്താണ്, അതിഥികളെന്നും പറയാൻ പറ്റത്തില്ല, വീട്ടുകാർ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളിങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് വൈകിട്ട് ചായ കുടിച്ച സമയത്ത് എന്ത് വേണം, അപ്പം ദോശമാവ് ഇരിപ്പുണ്ട്, ദോശ വേണോ, അല്ലെങ്കിൽ ദോശ പറഞ്ഞെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ നാളെ രാവിലെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ബിനു പറഞ്ഞു ഇതൊന്നും വേണ്ട, നമുക്ക് കഞ്ഞി മതി. ഞാൻ പറഞ്ഞെങ്കിൽ കഞ്ഞിയും പയറും ആക്കാം. പയറും വേണ്ട, നമുക്ക് കഞ്ഞിയും അച്ചാറും. അപ്പോൾ ഓസ്റ്റും പറഞ്ഞവന് പപ്പടവും വേണമെന്ന്, പപ്പടം ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ പയറ് തോരനല്ല, കാരണം ഇന്നലെയൊക്കെ പയറ് തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും പയറ് തോരനാക്കണ്ട, അതുകൊണ്ട് പടവലങ്ങി ഇരിപ്പുണ്ട്, അത് തോരൻ വെക്കാമെന്ന് വെച്ചു. പൊതുവേ നമ്മൾ മലയാളികൾ കഞ്ഞി, പയറ്, അച്ചാറ് അല്ലെങ്കിൽ ചമ്മന്തി ഇങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ പടവലങ്ങ തോരനും കഞ്ഞിയാക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ നാടൻ വിഭവം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും കൂടെ പുറത്തോട്ട് പോയി, കുടുംബത്തോട്ടൊക്കെ പോകണമായിരുന്നു. അപ്പം പോയിട്ട് പെട്ടെന്ന് വരും, കാരണം ഓസ്റ്റിന് ഓൺലൈൻ എക്സാം നടക്കുകയാണ്. ഇനി 3 ദിവസം കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടൈം രാത്രി 9 മണിക്കാണ് ഓൺലൈൻ എക്സാം. അതിനു മുമ്പ് പെട്ടെന്ന് ഏതായാലും എത്തും. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോപ്പറിനകത്തിട്ട് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം, തോരൻ വെക്കാനേ. പിന്നെ എന്താണ് പറയാനുള്ളത്? രാത്രിയിലത്തെ കാര്യങ്ങൾ ചെയ്യുവാണ്. എന്തേലും സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കണം. അതെങ്ങി എന്നാ? അത് ഉച്ച സമയത്തേ പറ്റൂ. രാത്രിയിൽ പൊതുവെ അവർക്ക് കഞ്ഞിയോടാണ് താല്പര്യം. കൊടവേറ് വീണ്ടും ചാടിയല്ലേ, 2 ദിവസത്തെ കുറിപ്പ്. യോസാന്റെ വയറ് കുറയണമെന്നുണ്ടെങ്കിൽ വെറും 2 ദിവസം ഒന്നും ബേക്കറി കുറിക്കാതെ കഴിക്കാതെ ഇരുന്നാൽ മതി. പക്ഷേ എൻ്റെ അങ്ങനല്ല. നമ്മൾ 2 ദിവസം പോയിട്ട് 2 മാസം കഴിച്ചില്ലേലും ഇങ്ങനെ തന്നെ കട്ടക്കട്ട നിൽക്കും. യോസന്റെ വെറും 2 ദിവസം കണ്ണെന്താന്ന് ഷൂന്നും പറഞ്ഞു പോകും. അടുത്തത് തപ്പുക കുറിക്കാനുണ്ടെങ്കിൽ. അപ്പോൾ അവർ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇച്ചൂടൊക്കെ ലേറ്റായിട്ടേ വരത്തുള്ളായിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് വന്നു, കാരണം ഓസ്റ്റിന് എക്സാമും ഉണ്ട്. പിന്നെ വന്ന ഉടനെ നമ്മുടെ മേലെ വീട്ടിലോട്ടൊക്കെ പോയി, സെഫിൻ്റെയും മെഫിൻ്റെയും ഒക്കെ വീട്ടിൽ. പിന്നെ എന്തായാലും ഒരുങ്ങി ഇറങ്ങിയില്ലേ, അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ കയറണം. അതൊരു നമ്മുടെ നാട്ടു നടപ്പാണല്ലോ. അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ചൂട് ഭയങ്കരം പിള്ളേരെ സഹിക്കാൻ വയ്യ. എൻ്റെ അമ്മോ, എൻ്റെ വിയർത്തൊഴുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തെ അവസ്ഥ ഇതായിരിക്കും. നല്ല ചൂടാണ്. ഇച്ചിരി മുമ്പ് എൻ്റെ മൂത്ത ചേച്ചിയെ വിളിച്ചപ്പോൾ അവൾ പുനലൂരാണ്. മഴ ചാറുന്നടി, ഞാൻ തുണിയൊക്കെ എടുത്തിട്ടെ, എന്നിട്ട് നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ മഴ ചാർന്നത് പോയിട്ടൊന്ന് പൊടിയുന്നത് പോയിട്ട് മഴക്കോള് പോലും ഇല്ലെന്ന്. കേരളത്തിൽ പല ജില്ലകളിലും പല ഇതിപ്പം പുനലൂരെന്ന് പറയുന്ന കൊല്ലം ജില്ല തന്നെയാണ്. പക്ഷേ പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഇതുവരെ പെയ്തില്ല കേട്ടോ. ഒക്കെ റെഡിയാക്കി ഒന്ന് കുളിച്ചുകൂടെ കഴിഞ്ഞാൽ സ്വസ്ഥം. ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ നല്ല തണുത്ത കാറ്റ് വരും.
ഇടയ്ക്ക് അന്തരീക്ഷം അനങ്ങത്തില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. വരാന്തയിലൊക്കെ പോയി ഇരിക്കുവാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഒരു കമൻറ്റൊക്കെ ഇടണേ. ഒരു വ്ളോഗും ഇടാൻ പറ്റിയില്ലേലോ, എന്ത് ചെയ്യും? നിങ്ങളെ എന്നും കാണാനും വരണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ്, നൈറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ഇച്ചിരി എഡിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. വീഡിയോയും മുടങ്ങത്തില്ല. നിങ്ങളെ എനിക്കെന്നും കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്നെ എന്നും കാണാം. പുറത്ത് തവള കരയുന്നു. എന്നും ഒരു തവള ഇപ്പോൾ മുറ്റത്ത് കരയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് അതിലോട്ട് കാണുന്നുമില്ല. ഇപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ ഈ റേഷനരിയാണേ. റേഷനരിക്കകത്ത് ശരിക്കും കറുത്ത അരിയുണ്ട്. അതൊരു മെനക്കേട്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ അരി കിട്ടുന്നത്. ഇത്രയും ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 2 വർഷത്തോളം ആകുന്നില്ലേ നാട്ടിൽ വന്നിട്ട്. ഈ ജൂണിൽ 2 വർഷമാവും ബോംബെയിൽ നിന്ന് നാട്ടിലോട്ട് വന്നിട്ട്. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നേ ദൈവമേ. 2 വർഷം. അപ്പോൾ ഈ 2 വർഷത്തിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തരി കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ കറുത്ത അരിയുണ്ട് ശരിക്കും. അത് പറക്കാതെ ചോറ് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറുത്ത് കിടക്കും. ഞാൻ മൊത്തം ഒന്നും പറക്കത്തില്ല കേട്ടോ. അത്രേ സമയം ഇരിക്കാൻ മെനക്കേട. ഭയങ്കരമായിട്ട് കറുത്ത് കിടക്കുന്നത് പറക്കും. അരി ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നില്ല, ഇത്രയും വേണ്ടാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ കഞ്ഞി വെക്കാനേ അത്ര കണക്കും അറിയത്തില്ല. 1-2 ആഴ്ചയായിട്ട് ഇവിടുത്തെ പെയിൻറ്റിങ് തീർന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലോട്ട് കുറേ നാളായി പോയിട്ട് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് അതും ഇപ്പം മുടങ്ങി. ഇനിയിപ്പോൾ ഉടനെ ഇന്ന് പോകണം. ഓരോ പ്രാവശ്യവും ഓരോന്നെന്തേലും പ്രശ്നമായിട്ട് മുടങ്ങും. അപ്പോഴേ ഞാനിതൊക്കെ ഒന്ന് പറക്കിയെടുക്കട്ടോ. കുക്കറിലാണ് കേട്ടോ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ഇത്ര വിസിലൊന്നും ടൈമൊന്നുമില്ല. ചില സമയത്ത് ഒരു 2 വിസിലൊക്കെ കഴിഞ്ഞിട്ട് 2-3 വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്ലോ ആയിട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ടേക്കും. പിന്നെ ഓഫ് ചെയ്തിടും. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വിസിലടിക്കും. ചിലപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നുകൂടെ വേവിക്കും. പല രീതിയിലാണ് ചെയ്യുന്നത്. കുക്കറിൽ കഞ്ഞി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ കുക്കറാണെങ്കിൽ, ഇതിപ്പോൾ ഇച്ചിരി അരി കൂടുതലുണ്ടല്ലോ, അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ വെള്ളം തെറിച്ച് വരത്തില്ല. ചെറിയ കുക്കറാണെങ്കിൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ തെറിച്ചും വരും. ചെറിയ കുക്കറിൽ ഇച്ചിരി കഞ്ഞി വെക്കാൻ പറ്റത്തുള്ളൂ. എന്തോ എടുക്കുക? എന്തുവാണ്? എന്തോ ലൈറ്റ് ഓണാക്കാൻ പോണോ? ആ പോയി ഓണാക്കിക്കേ. ആ ഒരു കുത്തുകൂടതിന്. ആ ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ അത്? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കാലിക്കുപ്പികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഡബ്ബയാ. ചിപ്സ് ഇട്ട് വെക്കാൻ ഒരു കുപ്പി. ആ ഇത് തന്നെ എടുക്കാം. ചിപ്സ് ഇട്ട് വെക്കാൻ ഇപ്പോൾ കഴുകി തുടച്ച് വെച്ചിരുന്ന ഡബ്ബയാണെങ്കിലും ഒന്നുകൂടെ തുടച്ചു. തോരൻ വെക്കാനായിട്ട് ഇത്തിരി ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. സമയം രാത്രി 8:15. എന്തെടുക്കുവാണ്? എന്തിനാണ് ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ? അതിന് ഇരുമ്പ് എന്തിനാ? ഈ വയറൊന്ന് കട്ട് ചെയ്യണം. എൻ്റെ 2 ഇരുമ്പുകൾ കാണാനില്ല ദിവസം. നല്ല ഇരുമ്പുകൾ യോസാൻ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കണ്ടോ കണ്ടോ, എൻ്റെ നല്ല ഇരുമ്പാണ് എടുത്തുകൊണ്ട് പോന്നേ. ആടെ ആ പണി പെട്ടിക്കകത്തുനിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. കടുക് പൊട്ടി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴണ്ടൊന്ന് ആവി വരട്ടെ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട. പാവയ്ക്ക് പടവലങ്ങ ഓൾറെഡി ഇച്ചിരി വെള്ളം ഉണ്ട്. ഇതിന് ഒന്ന് റെഡി ആവട്ടെ. രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ.
ഉന്നതനം യേശുവേ. ഇത് എനിക്ക് എളുപ്പത്തിന് വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്പി വെച്ചിരിക്കുന്നതാണ്. അതിന് കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പുറത്ത് കുക്കർ അപ്പോൾ കുക്കർ 2 വിസിൽ വന്നു. ഞാൻ എന്താ തീ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി കുറേ നേരം അങ്ങനെ തീ കുറഞ്ഞ് കിടക്കട്ടെ. അപ്പം തേങ്ങയും മഞ്ഞപ്പൊടി ഇട്ട് പടവല ഞാൻ ഉപ്പിട്ടിട്ടില്ല. തീ കുറച്ചിട്ട് അത് വേവട്ടെ. ഇവിടെ മെക്കാനിക്ക് കൂളറിൻ്റെ പണി എന്ത് ചെയ്യുവാണ്? ആഹാ, നല്ല കാറ്റ്. അയ്യ, ഞാൻ വിയർത്തൊഴുകിയിരിക്കുമായിരുന്നേ. നല്ല കാറ്റിപ്പം ഇവിടുത്തെ ഇത് ഓണാക്കിയപ്പോൾ. അവിടെ കയറ്റി വെക്കാം. ഓഹോ, എന്നെയും കൂടി ഇവിടുന്ന് പേണിപ്പിക്കുമല്ലോ. ഇത്രയും വെള്ളമായിട്ട് എടുത്താൽ വെയിറ്റ് ഇല്ലേ? പിടിക്കാം മോനെ. പിടിച്ചാൽ മതി. No, no. No. വാ, കാറ്റ് കൊള്ളാം. നന്നായിട്ട് ആവി വന്നു. ചെറുതീയിലാണ് ഇട്ടിരുന്നത്. ഇനി ഞാൻ അടയ്ക്കുന്നില്ല. അത് വർക്കിംഗ് ആണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ വെള്ളം കളഞ്ഞിട്ട് ഇവരുടെ മുറിയിലോട്ട് കൊണ്ടുവെക്ക്. നല്ല കാറ്റുണ്ട്. വെള്ളം കയറ്റിയപ്പോഴേ ഉള്ളൂ വെയിറ്റ്. വെള്ളം കളഞ്ഞിട്ടേ. വെള്ളം കളയാൻ പറ്റത്തില്ലയോ? സതീന്ന് ജീവൻ വേണേ. കാറ്റുള്ളതുണ്ടോ? അല്ല, ഇപ്പൊ കാണായിരുന്നു. ആ, അവിടെ ഇരുന്നോ. കാറ്റ് കൊണ്ടോ? ആ, പോരെ വണ്ടി. ആ, കുറച്ച് ദിവസമായിട്ട് സ്വീറ്റ്സ് ഒക്കെ നിർത്തിയതാണ് കേട്ടോ. സ്വീറ്റ്സും ചില കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുമായിരുന്നു. അപ്പം താണ്ടെ ഗൾഫിൽ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്? എത്ര കഴിക്കണ്ടെന്ന് വെച്ചാലും കഴിച്ചു പോകും. ആരും തന്നില്ല എന്ന് പരാതി പറയല്ലേ. വേണ്ടേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാം. ഓൺലൈൻ ക്ലാസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പരീക്ഷ എഴുതാനിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. എല്ലാവരും ചോദിക്കുന്നതാണ് ഞാൻ ഏത് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വാട്സപ്പിലും ചോദിക്കാറുണ്ട്. വേണ്ട, ഈ ഒലിവ് ഓയിലാണ് ഡിസാനോടെ. ഏകദേശം ഒരു 2 വർഷമായി ഞാനിതാ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഡിഷസ് ആൻഡ് ഫ്രൈയിങ് കണ്ടോ, ഇതാണ് കുക്കിങ്ങിന് വേണ്ടി. ഇത് യാതൊരു സ്മെൽ വ്യത്യാസം സംഭവങ്ങളോ ഒന്നുമില്ല. നല്ല ഓയിലാണ്. എന്തോ നോക്കുന്നേ? അടുത്തത് ജോസാൻ്റെ മൊബൈല്. ഓടി നടക്കുന്ന ഒരു മൊബൈലാണ്, കയ്യും കാലുമുള്ള മൊബൈല്. ഇപ്പൊ വരും എൻ്റെ ഇതിനകത്തുനിന്ന് മിസ് കോൾ അടിക്കാൻ. ഈ അരി ഉണ്ടല്ലോ 2 സൈസാണ്. ചിലത് നന്നായിട്ട് വേവും, ചിലത് കല്ല് പോലെ കിടക്കും. കുറേ കറുത്തരി പറക്കിയതാണ്, എന്നിട്ടും ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും പറക്കാൻ സമയമില്ലാത്തതുണ്ടാവും. കഞ്ഞി റെഡിയായി, തോരൻ റെഡിയായി. ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരട്ടെ.
ഹിന്ദി വല്യപ്പ പഠിപ്പിക്കുന്നതായിരിക്കും വളരെ മനോഹരമായിട്ട്. എന്തോ അറിയണോന്ന് ചോദിച്ചാൽ മതി. ഹിന്ദിയില് പല്ല് തേക്കുന്ന ഹിന്ദിയില് പല്ല് തേക്കാനെ കുളിക്കാനെല്ലാം എനിക്കറിയാം. നിനക്ക് ഹിന്ദിയിൽ എന്തോ അറിയാം? എനിക്ക് ഇച്ചിരി ചോക്ലേറ്റ് ഉണ്ടാക്കി തരണേ. എന്താ സാധനം? അത് എന്തേലുണ്ട്. വാൾനട്ട് എന്റെ കയ്യിലില്ല. കഞ്ഞി പലരും പല സമയമായിട്ടാണ് കുടിച്ച. കൊച്ചു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവൻ മുറ്റത്തായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഞാൻ കൂടെ പോയിരുന്നു. അതിനുശേഷം വിനു കൂടെ പോയിരുന്നു. ഭയങ്കര നിർബന്ധമാണെന്നേ. ഇവിടുത്തെ ക്ലൈമറ്റ് അതിനങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ എന്താ കഞ്ഞി കുടിക്കാതിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ കഞ്ഞി കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു നല്ലൊരു രുചിയുണ്ട്. ചൂടോടെ കുടിക്കണം കഞ്ഞി. പപ്പടത്തിന് ഒരു പ്രത്യേക രുചി. പടവലങ്ങ തോരനും കഞ്ഞി നല്ല രുചിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. കാരണം സാധാരണ ഞാൻ കുക്കിംഗ് മാത്രമായിട്ടൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തേന്ന് പറയുന്നത് ഇടയ്ക്ക് കുറച്ച് നേരം ഞാൻ സ്ക്രീനിൽ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. മൊബൈലിലാണ് വീണ്ടും ഞാൻ സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്ലിപ്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയിക്കണം കേട്ടോ. മുമ്പോട്ടും ഇങ്ങനെ ചെയ്യുന്നതാണോ നല്ലത്, ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നിങ്ങളായിട്ട് സംസാരിക്കണോ വേണ്ടേ, അതല്ല കുക്കിംഗ് മാത്രമായിട്ട് ഞങ്ങൾ കണ്ടാൽ മതി, അതെങ്ങനെയാണോ എല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോൾ സമയം രാത്രി 10:30. അവൻ എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ കഞ്ഞി കുടിക്കായിരുന്നു. 9 മണിക്ക് തുടങ്ങി. നമ്മുടെ ഇന്ത്യൻ ടൈം 9 മണി തീർന്നപ്പോൾ 9:45 അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. പറഞ്ഞു സൂപ്പർ ഡിന്നറായിരുന്നു. ഓസ്റ്റിൻ പറയുന്നത് സൂപ്പർ ഡിന്നറായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കാര്യം ചെയ്യും. കുറച്ച് മുമ്പേ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ക്യാമറ ഒന്നെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതാ. എനിക്കിഷ്ടമാണ് കേട്ടോ കഞ്ഞി. എനിക്കിഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ജോസഫിന് അത്ര പ്രിയമില്ല. കൂടിപ്പോയാൽ ഒരു 1-2 ദിവസം അടുപ്പിച്ച്, പിന്നെ പറ്റില്ല. എനിക്ക് ഡെയിലി വേണമെങ്കിലും രാത്രി കഞ്ഞി കിട്ടിയാൽ ഭയങ്കര സന്തോഷം. എങ്ങനെയാണ്? അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗിന് നിങ്ങൾക്കൊരു പ്രത്യേകത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത കുഞ്ഞു വ്ളോഗ്, ഫുൾ ഡേ അല്ലെങ്കിലും മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഇതുപോലെ വൈകിട്ടത്തെ എന്തെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലെസ് യു. ടാറ്റ.